ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതിലേക്ക് 4 പഴുത്ത മാങ്ങ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ തൈര്, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക്, പിന്നെ തേങ്ങ, വേപ്പില, പച്ചമുളക്, ഒരു വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, ഉള്ളി, പിന്നെ വെളിച്ചെണ്ണ. മാമ്പഴം വേവിക്കാനുള്ള കലമടപ്പത്ത് വെച്ച് കത്തിക്കാണ്. ഇതിലേക്ക് തൊലി കളഞ്ഞ് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ലേശം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇത് അരക്കാൻ വേണ്ടിയിട്ട് വെള്ളമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ തൈരോ മോരോ ആണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. കുറച്ച് തൈര് ഒഴിച്ചിട്ട് അത് നന്നായി അരച്ചെടുക്കാം. മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ നന്നായി തിളച്ച് വേവുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം ഇടക്ക്, അടിയിൽ പിടിക്കാതിരിക്കാനാണ്. മാങ്ങയിലെ മധുരം കുറവായത് കാരണം ഞാനൊരു ശർക്കര പൊടിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നാൽ ആ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു രുചി ഇതിന് വരുള്ളൂ. മാങ്ങ വെന്ത് പാകമായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അരപ്പ് തയ്യാറാക്കി വെച്ചത് അതിലേക്ക് ചേർക്കാണ്. നന്നായി ഇളക്കി ഈ അരപ്പിൻ്റെ ഇത് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ഞാൻ തീ ഓഫ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരപ്പൊഴിച്ചിട്ട് ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് വറ്റൽമുളക് ഇട്ടിട്ട് ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം.